മോദിയെ ഇത്രമേൽ സ്തുതിക്കുന്ന ഒരാൾ വേറെ ഉണ്ട് എന്ന് കരുതാൻ വേണ്ടി പറ്റുമോ? മോദിയെ സ്തുതിക്കാൻ വേണ്ടി നിങ്ങളുടെ നേതൃത്വമായ സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഉൾപ്പെടെയുള്ള ആളുകളുടെ അവരുടെ കുടുംബവാഴ്ചയെ ഉൾപ്പെടെ തള്ളി പറയുന്നു. എന്നിട്ട് പോലും ഒറ്റ അക്ഷരം പ്രതികരിക്കാൻ തയ്യാറാകാതെ നിസ്സംഗമായി നിൽക്കുന്ന കോൺഗ്രസെ നിങ്ങളാണോ മതനിരപേക്ഷവാദികൾ എന്ന് പറയുന്നത്? ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കലർപ്പില്ലാത്ത മതനിരപേക്ഷ നിങ്ങൾ ഈ ചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ കലർപ്പില്ലാത്ത മതനിരപേക്ഷതയുള്ള നിങ്ങളെ എന്തുകൊണ്ട് സംഘപരിവാരം എതിർക്കുന്നില്ല? നിങ്ങൾ ഭരണഘടനയും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെക്കുറിച്ച് പറഞ്ഞു. 1925 RSS രൂപീകരിക്കുന്നത്. RSSന്റെ താത്വിക ഗ്രന്ഥമായിട്ടുള്ള വിചാരധാരയിൽ ഒന്നാമത്തെ ശത്രുവായി മുസ്ലിമിനെയും രണ്ടാമത്തെ ശത്രുവായി ക്രിസ്ത്യാനിയെയും മൂന്നാമത്തെ ശത്രുവായി കമ്മ്യൂണിസ്റ്റുകാരെയും കാണുന്നു. അവരെ ഉന്മൂലനം ചെയ്യണമെന്നാണ് ആഹ്വാനം ചെയ്യുന്നത്. എന്തേ നിങ്ങൾ ഈ പറഞ്ഞ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയിലെ കോൺഗ്രസ് ഒരു 4ാമത്തെയോ 5ാമത്തെയോ 10ാമത്തെയോ ശത്രുവായി ആ വിചാരധാരയിൽ പരാമർശിക്കപ്പെടാതെ പോയതിൻ്റെ കാരണം ആ വിചാരധാര എഴുതിയുണ്ടാക്കിയ ഈ പറഞ്ഞ ആശയത്തെ ഇന്ത്യൻ സമൂഹത്തിലേക്ക് വിഷലിപ്തമായി കടത്തിയ ഗോൾവാൾക്കറിൻ്റെ ചിത്രത്തിന് താഴെ തിരികൊളുത്താൻ കോൺഗ്രസിൻ്റെ നേതാവുണ്ടാകും VD സതീശനെ പോലെ. അതുകൊണ്ട് അവർ ശത്രുവല്ല എന്നറിയുന്നത് കൊണ്ട് തന്നെയാണ്. അതാ വ്യത്യാസം. ഞങ്ങൾ അതിന് കിട്ടില്ല. തല പോയാലും അതിന് നിൽക്കില്ല. ഗോൾവാൾക്കറിൻ്റെ ചിത്രത്തിൻ്റെ താഴെ തല താഴ്ത്തി തിരി തെളിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും കിട്ടില്ല. അങ്ങനെ തെളിച്ചാൽ ആ കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചു എന്നതിൻ്റെ അർത്ഥം. പിണറായി വിജയൻ്റെ തലയ്ക്ക് വില പറയുമ്പോഴാണ് സതീശൻ തല കുനിച്ച് ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ ഈ തിരി കൊളുത്തുന്നത്. ഇതാ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ എല്ലാവരുമായും സന്ധി ചെയ്യുകയാണ്. ആ സന്ധി ചെയ്യൽ കേരളത്തിന് അപകടമാണ് എന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അത് തിരിച്ചറിയാൻ മതനിരപേക്ഷ കേരളത്തിന് സാധ്യമാകും.